ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 1. ദൈവം നമ്മെ സഹായിക്കുന്നതനുസരിച്ച് സംസാരിക്കുക. അവയുടെ തലയ്ക്കുമീതെയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 25-ാം വാക്യം. പൂമ്പാറ്റകൾ ശബ്ദമുണ്ടാക്കുമെന്ന് നാം കരുതാറില്ല. ഒരു രാജശലഭത്തിന്റെ ചിറകടി ശബ്ദം കേൾക്കാനേ കഴിയില്ല. എന്നാൽ മെക്സിക്കൻ മഴക്കാടുകളിൽ നിരവധി ചിത്രശലഭങ്ങൾ അവയുടെ ചെറുജീവിതം ചിറകടിച്ചാരംഭിക്കുമ്പോൾ അവയുടെ ഒരുമിച്ചുള്ള ചിറകടി ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കാം. പല ലക്ഷങ്ങളായി ഇവ ഒരുമിച്ച് ചിറകടിക്കുമ്പോൾ അതൊരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം പോലെ വലുതാണ്. എസെക്കിയേലിന്റെ ദർശനത്തിലെ ജീവികളുടെ ചിറകടി ശബ്ദവും ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. ചിത്രശലഭങ്ങളെപ്പോലെ അസംഖ്യം എണ്ണം ഇല്ലെങ്കിലും അവയുടെ ചിറകടിയുടെ ശബ്ദവും വലിയ വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ജീവികൾ നിന്ന് ചിറകുകൾ താഴ്ത്തിയപ്പോൾ എസെക്കിയേൽ ദൈവം പറയുന്നത് കേട്ടു. ദൈവത്തിൻ്റെ വചനം ഇസ്രായേലിനോട് പറയുക എന്ന്. മറ്റു പഴയ നിയമപ്രവാചകന്മാരെ പോലെ ദൈവത്തിൻ്റെ ജനത്തോട് സത്യങ്ങൾ അറിയിക്കാൻ എസെക്കിയേലിനും കൽപ്പന ലഭിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ ചുറ്റുമുള്ളവരോട് അറിയിക്കാൻ ഇന്നും നമ്മെയും ആഹ്വാനം ചെയ്യുന്നു. ചിലപ്പോൾ അത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലോടെ സത്യങ്ങൾ പറയാനാകും. മറ്റു ചിലപ്പോൾ നിശബ്ദമായി ഒരു പ്രയാസത്തിൽ സഹായിക്കാനാകും. ബഹുലക്ഷം ചിത്രശലഭങ്ങളുടെ ഇരമ്പലത്തോടെ ദൈവസ്നേഹം വർണ്ണിക്കാനോ ഒരു പൂമ്പാറ്റയുടെ ശബ്ദം പോലെ പറയാനോ ആയാലും നാം എസെക്കിയേലിനെ പോലെ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കണം. ചിന്തിക്കുക, ആരുടെ ജീവിതങ്ങളോട് സംസാരിക്കാനാണ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ദൈവത്തിന് മഹത്വം.